കൈരളി TV നടത്തിയ പായസറാണി കോമ്പറ്റീഷൻ്റെ ഫിനാലയിലെ കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. അവിടെ സ്റ്റുഡിയോയിൽ വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് ഫോട്ടോസ് മാത്രം ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. സെലക്ഷൻ കിട്ടിയ 36 പേർക്കും ഗിഫ്റ്റും സർട്ടിഫിക്കറ്റും തന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ദിവസം ലൈഫിൽ ഒട്ടും മറക്കാൻ പറ്റില്ല കേട്ടോ. ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത് രാത്രി 2 മണിക്കാണ്. ഇത്രയും ലേറ്റ് ആയെങ്കിലും നല്ല എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ എല്ലാവരും അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഇനി എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? ആദ്യം തന്നെ പായസറാണി കോമ്പറ്റീഷൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു. പായസം കോമ്പറ്റീഷൻ ആയതുകൊണ്ട് തന്നെ 2 ടൈപ്പ് പായസം മിക്സ് ഉണ്ടായിരുന്നു. ഇനിയാണ് ലേഡീസിന് എത്ര കിട്ടിയാലും മതിയാകാത്ത ഏറ്റവും യൂസ്ഫുള്ളായിട്ടുള്ള 2 ഐറ്റംസാണ് ഇനി കിട്ടിയിട്ടുള്ളത്. ഈ ഒരു കവറിൽ ഫസ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ ഇതുപോലെ ഗിഫ്റ്റ് പേപ്പറൊക്കെ കവർ ചെയ്ത് പായസറാണി എന്ന് പറഞ്ഞൊരു ഏപ്രിൻ ഉണ്ടായിരുന്നു. ഇനിയുള്ളത് ബ്ലാക്കും റെഡും കോമ്പിനേഷനിൽ വരുന്ന ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈനിലെ ഒരു സെറ്റ് സാരിയാണ്. ഇതിൻ്റെ കൂടെ തന്നെ ബ്ലൗസ് പീസും വരുന്നുണ്ട്. നല്ല സൂപ്പർ സാരി അല്ലേ? ഈ 36 പേർക്കും ഈ ഒരു ഡിസൈൻ സാരി തന്നെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഗിഫ്റ്റ് എല്ലാം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി അടുത്തതാണ് ലേഡീസിന് എത്ര കിട്ടിയാലും മതിയാവാത്ത എന്നാൽ കിച്ചണിലേക്ക് ഏറ്റവും യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇതുപോലെ ഒരു നോൺ സ്റ്റിക്ക് കടായി ആണ്. അത്യാവശ്യം വലിപ്പമുള്ളൊരു കടായി തന്നെയായിരുന്നു. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഇതുപോലൊരു സ്പാച്ചിൽ ഉണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ ലിഡ് വരുന്നത് ഗ്ലാസ് ആണ്. പിന്നെ ഇതുപോലെ 2 പോട്ട് ഹോൾഡറും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ നമുക്ക് കിട്ടിയ കടായി. അത്യാവശ്യം വെയിറ്റും ഉണ്ടായിരുന്നു. അത്യാവശ്യം ഫുഡൊക്കെ നമുക്കിതിൽ റെഡിയാക്കാൻ പറ്റിയ ഒരു ടൈപ്പ് കടായി ആയിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കോമ്പറ്റീഷനിൽ ഞാൻ ഏറ്റവും ലാസ്റ്റാണ് കേട്ടോ എൻ്റെ റെസിപ്പി അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആദ്യം എനിക്കൊരു പേടിയായിരുന്നു, ടെൻഷനും ഉണ്ടായിരുന്നു. പല കോമ്പറ്റീഷനിൽ പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ചാനലിൽ ലൈവായിട്ട് കുക്ക് ചെയ്യണത് ഫസ്റ്റ് ടൈമാണ്. അതുകൊണ്ട് തന്നെ നല്ല ടെൻഷൻ ഉണ്ടായിട്ടുണ്ടായി. ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. നമുക്ക് കുറേ പുതിയ ഫ്രണ്ട്സിനെ കിട്ടി. നമുക്കറിയാൻ പാടില്ലാത്ത കുറേ ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാൻ പറ്റി. കുക്കിംഗ് അറിയാത്ത ലേഡീസ് കുറവായിരിക്കും അല്ലേ? അപ്പം നിങ്ങൾക്കും ഇതുപോലെ ചാൻസ് കിട്ടണമെങ്കിൽ ഒരിക്കലും അത് മിസ് ചെയ്യരുത്. നല്ല കോൺഫിഡൻസിൽ അത് പോയി ചെയ്യാൻ ശ്രമിക്കണം.